ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ശ്രീബുദ്ധൻ്റെ കഥയാണ്. പണ്ട് പണ്ട് ഹിമാലയത്തിൻ്റെ താഴ്വാരത്ത് കപിലവസ്തു എന്നു പേരായ ഒരു ചെറിയ രാജ്യമുണ്ടായിരുന്നു. ചെറുതെങ്കിലും വളരെ സന്തുഷ്ടമായ, വളരെ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു ഈ കപിലവസ്തു. ശാക്യവംശത്തിൽപ്പെട്ട ശുദ്ധോദനൻ എന്ന രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മായാദേവി എന്നായിരുന്നു. ഈ രാജ്ഞി ഒരിക്കൽ അതിവിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ വെള്ള നിറമുള്ള ഒരു ആന വരികയും അതിന് 6 കൊമ്പുകളുണ്ടായിരുന്നു. ആ 6 കൊമ്പുകൾ കൊണ്ട് രാജ്ഞിയുടെ വയറ്റത്ത് കുത്തുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ഈ രാജ്ഞി ഗർഭവതിയാവുകയും അങ്ങനെ 10 മാസങ്ങൾക്ക് ശേഷം രാജ്ഞി തൻ്റെ സ്വന്തം ഗ്രഹത്തിലേക്ക് ഒരു യാത്ര പോവുകയും ചെയ്തു. ലുംബിനിയിലായിരുന്നു ഈ രാജ്ഞിയുടെ പിതാവിൻ്റെ ഗ്രഹം. അപ്പോൾ അങ്ങോട്ട് തേരിൽ പോകുന്ന വഴിക്ക് ഇവർ വളരെ മനോഹരമായൊരു തോട്ടത്തിലെത്തി. ലുംബിനിയിൽ തന്നെയുള്ളൊരു തോട്ടത്തിൽ. അപ്പോൾ രാജ്ഞി തൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു, നമുക്ക് ഈ തോട്ടത്തിലിറങ്ങി കുറച്ച് വിശ്രമിച്ചിട്ട് പോകാം. അങ്ങനെ രാജ്ഞി തേര് നിർത്തി അവിടെ ഇറങ്ങുകയും ആ തോട്ടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കുകയും ചെയ്തു. അപ്പോൾ ഈ തോട്ടത്തിന് നടുക്കായിട്ട് ഒരു ശാലവൃക്ഷം നിൽക്കുന്നുണ്ടായിരുന്നു. ആ ശാലവൃക്ഷത്തിനടുത്ത് ചെന്ന രാജ്ഞി തൻ്റെ കൂടെയുള്ളവരോട് ഇവിടെ കുറച്ച് നേരം വിശ്രമിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയും അപ്പോൾ രാജ്ഞിക്ക് പ്രസവവേദനയുണ്ടായിട്ട് അവിടെ വെച്ച് പ്രസവിക്കുകയും ചെയ്തു. അതിതേജസ്വിയായ ഒരു ആൺകുഞ്ഞിനെയാണ് ഈ രാജ്ഞി പ്രസവിച്ചത്. ഈ പ്രസവം നടന്നത് രാത്രിയിലായിരുന്നു, വൈശാഖ മാസത്തിലെ പൗർണമിയിൽ. രാജ്ഞി പ്രസവിച്ചു എന്നറിഞ്ഞ് രാജാവ് ലുംബിനിയിലേക്ക് എത്തുകയും അമ്മയെയും കുഞ്ഞിനെയും തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ആസ്തിത്ത എന്ന പേരായ ഒരു വലിയ സന്യാസി എത്തി. കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ്. കുഞ്ഞിനെ കണ്ട സന്യാസിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. രാജാവ് ചോദിച്ചു, എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് കരഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദുഃഖം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ കരഞ്ഞത്? അപ്പോൾ സന്യാസി പറഞ്ഞു, ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണാൻ പറ്റിയ സന്തോഷം കൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. ഇവൻ ഒന്നുകിൽ രാജാക്കന്മാരുടെ രാജാവായി തീരും, അല്ലെങ്കിൽ ഇവൻ വലിയൊരു സന്യാസിയായി തീരും. അക്കാലം വരെയും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്ന ദുഃഖം കൊണ്ടും ഇവനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞ സന്തോഷം കൊണ്ടുമാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. രാജ്ഞിക്കും രാജാവിനും ഈ വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ കുഞ്ഞ് ജനിച്ച് 5-ാമത്തെ ദിവസം അവർ ഈ കുഞ്ഞിന് സിദ്ധാർത്ഥൻ എന്ന് പേരിട്ടു. രാജാവ് രാജ്ഞിയോട് പറഞ്ഞു, കുഞ്ഞിനെ കാണാൻ വന്ന ആസിത്തൻ എന്ന സന്യാസി നമ്മളോട് പറഞ്ഞത് ഇവൻ ഒന്നുകിൽ രാജാവാകും അല്ലെങ്കിൽ സന്യാസിയാകുമെന്നല്ലേ. നമുക്കൊരിക്കലും ഇവനെ ഒരു സന്യാസിയാക്കണ്ട, ഇവൻ രാജാക്കന്മാരുടെ രാജാവായി തന്നെ തീരണം. ഈ കുഞ്ഞ് ജനിച്ച് 6-ാമത്തെ ദിവസം അമ്മയായ മായാദേവിക്ക് വളരെ ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. 7-ാമത്തെ ദിവസം ഈ രോഗം മൂർച്ഛിച്ച് രാജ്ഞി മരിക്കുകയും ചെയ്തു. മരണത്തിന് മുമ്പ് തൻ്റെ സഹോദരിയായ പ്രജാപതി ഗൗതമിയോട് തൻ്റെ കുഞ്ഞിനെ നോക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് മായാദേവി മരിച്ചത്. അങ്ങനെ പിന്നീട് കുഞ്ഞിനെ വളർത്തിയത് പ്രജാപതി ഗൗതമിയാണ്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ ഗൗതമൻ എന്നും വിളിക്കപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. പ്രജാപതി കുഞ്ഞിനെ നന്നായിട്ടാണ് വളർത്തിയത്. ഒരു അമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ നോക്കുന്നത് അതേപോലെ തന്നെ പ്രജാപതി സിദ്ധാർത്ഥനെ നോക്കി. സിദ്ധാർത്ഥൻ വളരെ ശാന്തനായ ഒരു കുട്ടിയായിരുന്നു. ഇത് കണ്ടപ്പോൾ രാജാവിന് വലിയ ദുഃഖമുണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. പലപ്പോഴും മരച്ചുവട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കുന്നു. ഇവനൊരു സന്യാസിയായി തീരുമോ എന്ന കാര്യത്തിൽ രാജാവിന് പേടി വന്നു. ഒരിക്കലും അതിനെ അനുവദിച്ചുകൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അവൻ കൂട്ടുകാരുടെ കൂടെ കളിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പലപ്പോഴും ഉത്തരം പറയാറുള്ളത്, അവർ വളരെ ക്രൂരമായ കളികളാണ് കളിക്കുന്നത്, എനിക്ക് അവരുടെ കൂടെ കളിക്കണ്ട എന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ സിദ്ധാർത്ഥൻ തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സിദ്ധാർത്ഥൻ്റെ മുന്നിലേക്ക് ഒരു അമ്പേറ്റ പക്ഷി വന്നു വീണു. അത് ചത്തിട്ടില്ലായിരുന്നു, പക്ഷേ അതിന് മുറിവേറ്റിരുന്നു. രാജകുമാരൻ ഓടിച്ചെന്ന് ആ പക്ഷിയെ എടുത്തു. അതിൻ്റെ ദേഹത്ത് നിന്ന് അമ്പ് മാറ്റി അതിനെ തലോടി സുഖപ്പെടുത്തി. അപ്പോഴേക്കും സിദ്ധാർത്ഥൻ്റെ ബന്ധുവായ ദേവദത്തൻ എന്ന കുമാരൻ അവിടേക്ക് ഓടിയെത്തുകയും ഈ പക്ഷി താഴെ വീണത് താൻ എയ്ത അമ്പുകൊണ്ടാണെന്നും അതുകൊണ്ട് ആ പക്ഷി തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സിദ്ധാർത്ഥൻ ചോദിച്ചു, ദേവദത്ത, ഇത്ര ഭംഗിയുള്ളൊരു പക്ഷിയെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതിനെ വെറുതെ വിട്ടൂടെ? അപ്പോൾ ദേവദത്തൻ പറഞ്ഞു, നീ ന്യായമൊന്നും പറയണ്ട, എൻ്റെ പക്ഷിയെ എനിക്ക് തിരിച്ചു തന്നേക്ക്. സിദ്ധാർത്ഥൻ പറഞ്ഞു, ഇല്ല, ഞാനിതിനെ തിരിച്ചു തരികയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി രാജാവിൻ്റെ അടുത്തേക്ക് ഈ പക്ഷിയുമായിട്ട് ചെന്നു.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ചു, രാജകുമാര, അങ്ങയ്ക്ക് എന്ത് അവകാശമാണ് ദേവദത്തൻ എയ്ത് താഴെയിട്ട പക്ഷിയെടുക്കാൻ? അപ്പോൾ സിദ്ധാർത്ഥൻ പറഞ്ഞു, ഞാൻ ആ അമ്പ് അതിൻ്റെ ദേഹത്തുനിന്ന് പറിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ അത് ചത്തുപോയനെ. അപ്പോൾ പക്ഷിയുടെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. പക്ഷിയുടെ ജീവൻ രക്ഷിച്ച എനിക്കാണോ, പക്ഷിയെ എയ്ത് താഴെയിട്ട ദേവദത്തനാണോ പക്ഷിയുടെ മേൽ കൂടുതൽ അവകാശം എന്ന് അങ്ങ് പറയണം. രാജാവ് ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാണ്, പക്ഷേ സിദ്ധാർത്ഥൻ പറയുന്നതാണ് ന്യായം. ദേവദത്തൻ എയ്ത് താഴെയിട്ട പക്ഷിയുടെ ജീവൻ രക്ഷിച്ചത് സിദ്ധാർത്ഥനാണ്. ജീവൻ രക്ഷിച്ച ആൾക്കാണ് പക്ഷിയുടെ മേൽ കൂടുതൽ അവകാശം. അതുകൊണ്ട് ഈ പക്ഷി സിദ്ധാർത്ഥൻ്റേതാണ്. സിദ്ധാർത്ഥൻ ആ പക്ഷിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും അതിനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി പറത്തി വിടുകയും ചെയ്തു. അങ്ങനെ കാലം കടന്നുപോയി. ഈ സമയത്ത് ശാക്യന്മാരിൽ പ്രമുഖനായ ദണ്ഡപാണി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു മകളുണ്ടായിരുന്നു, യശോധര. ഈ യശോധര അതിസുന്ദരിയായൊരു പെൺകുട്ടിയായിരുന്നു. യശോധരയുടെ സ്വയംവരം തീരുമാനിക്കപ്പെട്ടു. വളരെ ദൂരെ നിന്ന് പോലും യശോധരയുടെ സൗന്ദര്യം അറിഞ്ഞ രാജകുമാരന്മാർ ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വന്നു. വർണ്ണമാല്യവുമായിട്ട് ഈ രാജകുമാരന്മാരെയൊക്കെ കാണാനെത്തിയ യശോധരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥനെയാണ്. അങ്ങനെ യശോധര ആ മാല സിദ്ധാർത്ഥൻ്റെ കഴുത്തിൽ അണിയിച്ചു. ഇത് കണ്ട മറ്റ് രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കുമൊക്കെ വല്ലാത്ത വിരോധം തോന്നി. കാരണം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയോ എന്തെങ്കിലും വീരസാഹസിക കൃത്യങ്ങൾ ചെയ്യുകയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥനെ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ടാണ് അതുവരെ എല്ലാവരും കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി ചെന്ന് ഈ യശോധരയുടെ അച്ഛനായ ദണ്ഡപാണിയോട് പരാതി പറഞ്ഞു. ഈ വിവാഹം ഒട്ടും യോജിച്ച ഒന്നല്ല. ഇത്ര സുന്ദരിയായ, ഇത്ര മിടുക്കിയായ യശോധരയ്ക്ക് ഇങ്ങനെ ഒരു വരൻ ചേരുന്നവനല്ല. സിദ്ധാർത്ഥനെ ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണം കൂടി നടത്തിയിട്ട് മതി ഈ വിവാഹത്തിന് തയ്യാറെടുക്കൽ. ദണ്ഡപാണിക്ക് ഇത് കേട്ടപ്പോൾ ആകെ പരിഭ്രമമായി. തൻ്റെ മകളുടെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പലതവണ യശോധരയോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചെങ്കിലും യശോധര പറഞ്ഞത്, ഞാൻ വരണമാല്യം ഇട്ടത് സിദ്ധാർത്ഥ രാജകുമാരനെയാണ്, എനിക്ക് അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിച്ചാൽ മതി എന്നാണ്. എന്തായാലും ഈ വാർത്ത ശുദ്ധോധന രാജാവിൻ്റെ ചെവിയിലും എത്തി. അദ്ദേഹത്തിന് വലിയ ദുഃഖം തോന്നി. തൻ്റെ പിതാവ് ദുഃഖിച്ചിരിക്കുന്നത് കണ്ട സിദ്ധാർത്ഥൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് പിതാവിനോട് ചോദിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നിന്നെപ്പറ്റി ആൾക്കാരൊക്കെ മോശം പറയുന്നു. യശോധര നിന്നെ തിരഞ്ഞെടുത്തത് നന്നായില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നീ ഒരു വീരരല്ല എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായം. അപ്പോൾ സിദ്ധാർത്ഥൻ പിതാവിനോട് പറഞ്ഞു, അങ്ങ് യശോധരയുടെ പിതാവായ ദണ്ഡപാണിയോട് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് മത്സരങ്ങൾ നടത്താൻ പറഞ്ഞോളൂ. ഞാൻ അതിൽ വിജയിക്കുകയാണെങ്കിൽ മാത്രം അദ്ദേഹത്തിൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ മതി. അങ്ങനെ ശുദ്ധോധന രാജാവ് ദണ്ഡപാണിയോട് മത്സരങ്ങൾ തീരുമാനിക്കാൻ പറയുകയും ദണ്ഡപാണി കുറേ മത്സരങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അതിൽ കുതിരയോട്ട മത്സരവും അമ്പെയ്ത്ത് മത്സരവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ മത്സരങ്ങളിലും വളരെ നന്നായിട്ട് പങ്കെടുത്ത സിദ്ധാർത്ഥൻ അതിലെല്ലാം വിജയം കൈവരിച്ചു. സിദ്ധാർത്ഥന് ഇങ്ങനെ ചില കഴിവുകൾ കൂടി ഉണ്ട് എന്ന് മറ്റാർക്കും തോന്നിയിരുന്നു പോലുമില്ല. അങ്ങനെ സിദ്ധാർത്ഥൻ്റെയും യശോധരയുടെയും വിവാഹം വളരെ ആർഭാടപൂർവ്വം നടത്തപ്പെട്ടു. ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധോധന രാജാവ് വളരെ വലിയൊരു കൊട്ടാരം നിർമ്മിക്കുകയും അവരെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ ഒരു ദുഃഖങ്ങളും സിദ്ധാർത്ഥന് അറിയാതിരിക്കാൻ രാജാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു മകനുണ്ടായി. ഒരു ആൺകുട്ടിയായിരുന്നു. തനിക്കൊരു ചെറുമകനുണ്ടായി എന്ന വാർത്ത കേട്ടതോടെ ശുദ്ധോധന രാജാവിന് വലിയ സന്തോഷം തോന്നി. കാരണം ഇനി തൻ്റെ മകൻ കുടുംബജീവിതം വിട്ടിട്ട് ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അവൻ രാജാക്കന്മാരുടെ രാജാവായി തീരും എന്ന് അദ്ദേഹത്തിന് ഏകദേശം ഉറപ്പായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ സിദ്ധാർത്ഥൻ രാജാവിനോട് തനിക്ക് രാജ്യമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം എന്ന് ആവശ്യപ്പെട്ടു. രാജാവ് അതിന് വളരെ സന്തോഷപൂർവ്വം സമ്മതിക്കുകയും ചെയ്തു. കാരണം തൻ്റെ മകൻ രാജാതിരാജനാകാൻ പോവുകയാണ്. അവൻ രാജ്യമൊക്കെ നന്നായി കാണേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു തേര് വരുത്തി. 4 കുതിരകളെ പൂട്ടിയ ഒരു മനോഹരമായ തേര്. അതിൽ ഒരു സൂതനുണ്ടായിരുന്നു, തേരാളി. അദ്ദേഹത്തിൻ്റെ പേര് ചന്ന എന്നായിരുന്നു. അങ്ങനെ ഈ ചന്ന എന്ന തേരാളിയോടൊപ്പം സിദ്ധാർത്ഥൻ നാട് കാണാൻ ഇറങ്ങി. സിദ്ധാർത്ഥ രാജകുമാരൻ തൻ്റെ പ്രജകളെ കാണാൻ വരുന്നുവെന്ന് നേരത്തെ നാട്ടിലെങ്ങും അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വീഥികളൊക്കെ അലങ്കരിച്ചിട്ടിരുന്നു. ചുറ്റുപാടും മനോഹരമായ കാഴ്ചകൾ മാത്രം നിറഞ്ഞിരുന്നു. അങ്ങനെ തൻ്റെ പ്രജകളെ സന്തോഷത്തോടെ വീക്ഷിച്ചുകൊണ്ട് അതിസുന്ദരനായ സിദ്ധാർത്ഥൻ തേരിലിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ കണ്ട് മതിമറന്നു.
തങ്ങളുടെ ഭാവി രാജാവ് എത്രത്തോളം തേജസ്വിയാണ്, എത്ര സുന്ദരനാണ്, എത്ര ഐശ്വര്യവാനാണ് എന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ നഗരമൊക്കെ ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥൻ തൻ്റെ തേരാളിയോട് സ്ഥിരമായി പോകുന്ന ഈ പാത മാറി കുറച്ച് ദൂരം മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തലയൊക്കെ നരച്ച് വൃദ്ധനായ ഒരു മനുഷ്യനെ സിദ്ധാർത്ഥൻ കണ്ടു. അദ്ദേഹം തൻ്റെ തേരാളിയോട്, ആ കാണുന്നത് ആരാണ്? അദ്ദേഹത്തിൻ്റെ തലമുടി എന്താണ് വെളുത്തിരിക്കുന്നത്? അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ചർമ്മമൊക്കെ വല്ലാതെ ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ തേരാളി രാജകുമാരനോട് അദ്ദേഹം ഒരു വൃദ്ധനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വൃദ്ധനായതുകൊണ്ടാണ് നടക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഒരു വൃദ്ധനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങിയും അദ്ദേഹത്തിൻ്റെ തല നരച്ചും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥൻ ചോദിച്ചു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുമോ? അപ്പോൾ തേരാളി പറഞ്ഞു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കും. എല്ലാ മനുഷ്യരും പ്രായമാകും. സിദ്ധാർത്ഥൻ ചിന്തിച്ചു, ഞാനും എൻ്റെ ഭാര്യ യശോധരയും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരു കാലത്ത് ഇങ്ങനെ പ്രായമുള്ളവരായി തീരുമോ? ഞങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും ഇങ്ങനെ നശിച്ചു പോകുമോ? അതേപ്പറ്റി തന്നെയായി രാജകുമാരൻ്റെ ചിന്ത. അടുത്ത ദിവസവും രാജകുമാരൻ തൻ്റെ തേരാളിയോട് തനിക്ക് വീണ്ടും പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് അദ്ദേഹം കണ്ടത് വളരെ വേദനയോടെ കരയുന്ന ഒരു സ്ത്രീയാണ്. അദ്ദേഹം തേരാളിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ കരയുന്നത്? തേരാളി പറഞ്ഞു, അവരൊരു രോഗിയാണ്, വേദന കൊണ്ട് കരയുന്നതാണ്. വലിയ രോഗങ്ങളൊന്നും സിദ്ധാർത്ഥൻ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥൻ്റെ മുൻപിൽ മനുഷ്യ ദുഃഖങ്ങളൊന്നും എത്താൻ രാജാവ് ഒരിക്കലും അനുവദിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തേരാളിയോട് സിദ്ധാർത്ഥൻ ചോദിച്ചു, എല്ലാവർക്കും രോഗം വരുമോ? തേരാളി പറഞ്ഞു, വരും അങ്ങുന്നേ, എല്ലാവർക്കും രോഗം വരും. ഇത് രാജകുമാരനെ വീണ്ടും ചിന്താധീനനാക്കി. അടുത്ത ദിവസം അദ്ദേഹം വീണ്ടും തേരാളിയോടൊപ്പം നാട് കാണാൻ ഇറങ്ങി. അന്ന് കണ്ടത് ഒരു ശവഘോഷയാത്രയാണ്. അദ്ദേഹം തേരാളിയോട് ചോദിച്ചു, അതെന്താ നടക്കുന്നത്? തേരാളി പറഞ്ഞു, അത് ഒരു ശവഘോഷയാത്രയാണ്. ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ മൃതശരീരം കൊണ്ട് കുഴിച്ചിടാൻ പോവുകയാണ്. സിദ്ധാർത്ഥൻ ചോദിച്ചു, എല്ലാവരും മരിക്കുമോ? തേരാളി പറഞ്ഞു, മരിക്കും, ജനിച്ചാൽ മരണം ഉറപ്പാണ്. ഇതെല്ലാം കേട്ടതോടെ രാജകുമാരൻ വീണ്ടും ദുഃഖിതനായി. അദ്ദേഹം തേരാളിയോട് പറഞ്ഞു, നമുക്ക് വേഗം തിരിച്ചു പോകാം, എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു, എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വളരെ ശാന്തനായിട്ട് കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം കളിയാടിയിരുന്നു. അത് കണ്ടുകൊണ്ട് രാജകുമാരൻ അവിടെ ഇറങ്ങി. എന്നിട്ട് തൻ്റെ തേരാളിയോട് ചോദിച്ചു, ഈ മനുഷ്യൻ്റെ മുഖത്ത് സന്തോഷം കാണുന്നല്ലോ, ഇതാരാണ്? തേരാളി പറഞ്ഞു, അദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ ധ്യാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇത്ര ശാന്തത. കുറച്ചു നേരം ആ സന്യാസി നോക്കി നിന്നതിന് ശേഷം സിദ്ധാർത്ഥൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്നു. പക്ഷേ അതിനുശേഷം ഒരിക്കലും അദ്ദേഹത്തിന് പഴയതുപോലെ ചിരിക്കാനോ അദ്ദേഹം പണ്ട് പെരുമാറിയിരുന്നത് പോലെ പെരുമാറാനോ കുടുംബത്തോടൊപ്പം ഉല്ലസിക്കാനോ ഒന്നും പറ്റിയില്ല. അദ്ദേഹം എപ്പോഴും ചിന്താധീനനായിരുന്നു, ദുഃഖിതനായിരുന്നു. ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ അമ്മയായ പ്രജാപതി ഗൗതമി എന്തുകൊണ്ടാണ് മകൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, അമ്മേ, ലോകത്തിലൊന്നും ശാശ്വതമല്ല എന്നത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എന്നത് എന്നെ ഭയപ്പെടുത്തുന്നു. ഒരിക്കൽ സൗന്ദര്യമുള്ളതായിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് നശിച്ചു പോകുമെന്ന്, അല്ലെങ്കിൽ പ്രായമായിത്തീരുമെന്ന്, രോഗം വരുമെന്ന് ഒക്കെ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത പേടിയും സങ്കടവും തോന്നുന്നു. പിന്നീട് സിദ്ധാർത്ഥന് ഉറക്കമില്ലാതായി. രാത്രികളിൽ അദ്ദേഹം ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ ഈ ദുഃഖത്തിന് ഒരു പരിഹാരം തേടി കണ്ടുപിടിക്കണം എന്ന ചിന്തയായി അദ്ദേഹത്തിന്. ഒരു ദിവസം രാത്രി അദ്ദേഹം തൻ്റെ തേരാളിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചന്ന, എൻ്റെ കുതിരയെ തയ്യാറാക്കി നിർത്തൂ, എനിക്കൊരു യാത്ര പോകാനുണ്ട്, മറ്റാരും അറിയണ്ട. അങ്ങനെ ആരും അറിയാതെ തേരാളി കുതിരയെ തയ്യാറാക്കി നിർത്തു. കുതിരവണ്ടി തയ്യാറാക്കി നിർത്തി. സിദ്ധാർത്ഥൻ തൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും മകനെയും ഒന്ന് നോക്കി. ഒന്ന് ചുംബിച്ച് പോലും അവരെ ശല്യപ്പെടുത്താൻ അദ്ദേഹം തുനിഞ്ഞില്ല. അവരെങ്ങാനും ഉണർന്നാൽ തൻ്റെ യാത്ര മുടങ്ങിപ്പോകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹം തൻ്റെ മകന് പേരിട്ടത് രാഹുലൻ എന്നായിരുന്നു. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന യശോധരയെയും രാഹുലിനെയും ഒന്ന് നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി തൻ്റെ തേരിൽ കയറി. നഗരത്തിന് പുറത്തിറങ്ങിയപ്പോൾ സിദ്ധാർത്ഥൻ തേരിൽ നിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് തൻ്റെ തേരാളിയോട് പറഞ്ഞു, നീ ഇനി തിരിച്ചു പൊയ്ക്കോളൂ, ഞാൻ ഇനി തിരിച്ച് നാട്ടിലേക്കില്ല. മാത്രമല്ല, ഞാൻ എൻ്റെ ആഭരണങ്ങളൊക്കെ ഊരി നിൻ്റെ കയ്യിൽ തരികയാണ്.
ഇത് തിരിച്ച് കവല വസ്തുവിലേക്ക് തന്നെ കൊണ്ടുപോയിക്കുള്ളൂ, എനിക്കൊന്നും ആവശ്യമില്ല. എന്ത് പറയണമെന്നറിയാതെ സ്തബ്ധനായിപ്പോയി. ഇത്ര കാലവും അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ചന്ന എന്ന് പറയുന്ന ഈ തേരാളി. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥൻ അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. അങ്ങനെ കുറേ ദൂരം ചെന്നു. നേരം വെളുക്കാറായപ്പോഴേക്കും അദ്ദേഹം ഒരു ഭിക്ഷാടകനെ കണ്ടുമുട്ടി. ഭിക്ഷയാഴ്ച നടക്കുന്ന ഒരാൾ. അദ്ദേഹം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. സിദ്ധാർത്ഥൻ തൻ്റെ പട്ട് വസ്ത്രങ്ങൾ ഊരി ഈ ഭിക്ഷാടകന് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ജീർണിച്ച വസ്ത്രങ്ങളും ഭിക്ഷാപാത്രവും പകരം വാങ്ങി. അതുമായിട്ട് അദ്ദേഹം മഗധയുടെ തലസ്ഥാനമായ രാജഗൃഹത്തിലെത്തിച്ചേർന്നു. അവിടെ വീടുകൾ തോറും ഭിക്ഷ യാചിച്ച് ഇദ്ദേഹം നടന്നു തുടങ്ങി. ഈ സമയത്ത് അവിടുത്തെ രാജാവായ ബിംബിസാരൻ ആ വഴി വന്നു. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചവനെങ്കിലും അതീവ തേജസ്വിയായ യുവാവിനെ ഇദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല എന്ന് ബിംബിസാരന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം സിദ്ധാർത്ഥനെ അടുത്ത് വിളിക്കുകയും, ഇത്ര ഐശ്വര്യവാനായ, ഇത്ര തേജസ്വിയായ അങ്ങ് ഇങ്ങനെ ഭിക്ഷ അയച്ച് നടക്കേണ്ടതില്ല എന്നും തൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരികയാണെങ്കിൽ യോജിച്ച ഒരു ജോലി തരാമെന്നും പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥൻ ബിംബിസാരനോട് പറഞ്ഞു, അങ്ങ് വളരെ ദയാലുവാണ്. എന്നെ അങ്ങ് ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട്. പക്ഷേ ഞാൻ ജീവിതത്തിൻ്റെ അർത്ഥം തേടി യാത്ര തിരിച്ചവനാണ്. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്താതെ മറ്റെങ്ങോട്ടും ഇല്ല. അപ്പോൾ ബിംബിസാരൻ പറഞ്ഞു, അതൊരു വലിയ ലക്ഷ്യമാണ്. അങ്ങ് എന്തെങ്കിലും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ, ഈ ലോകത്തെ ദുഃഖത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കുകയാണെങ്കിൽ അന്ന് എനിക്കും കൂടി വന്ന് അതൊക്കെ പറഞ്ഞു തരണം. സിദ്ധാർത്ഥൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും അങ്ങേക്കിത് പറഞ്ഞു തരാം. അങ്ങനെ രാജഗൃഹത്തിൽ നിന്ന് സിദ്ധാർത്ഥൻ വീണ്ടും യാത്ര തിരിച്ചു. അദ്ദേഹം പല സന്യാസിമാരെയും കാണുകയും അവരുടെ മാർഗങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അതിലൊന്നും അദ്ദേഹത്തിന് തൃപ്തി തോന്നിയില്ല. അവരുടെ രീതികളിലൊന്നും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും സംതൃപ്തി കണ്ടെത്താനായില്ല. അങ്ങനെ അദ്ദേഹം ഗയയ്ക്കടുത്ത് ഉറുബിൽവ എന്ന സ്ഥലത്തെത്തിച്ചേർന്നു. അവിടെ ഒരു ഘോര വനമായിരുന്നു. ആ വനത്തിൽ അദ്ദേഹം തപസ്സിരുന്നു തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറെ ഒരു 5 സന്യാസിമാരുണ്ടായിരുന്നു. ഇവർ നോക്കുമ്പോൾ വളരെ തേജസ്വിയായ, വളരെ ഐശ്വര്യവാനായ ഒരാൾ തപസ്സിരിക്കുന്നത് കണ്ടു. വളരെ ശ്രദ്ധാലുവായിട്ട്, വളരെ ഏകാഗ്രനായിട്ട് തപസ്സിരിക്കുന്ന ഈ സന്യാസിയോട് ഈ 5 സന്യാസിമാർക്ക് വളരെയധികം ബഹുമാനം തോന്നുകയും, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാം എന്നും കരുതിയിട്ട് ഇവരെ സിദ്ധാർത്ഥനെ സേവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി. അക്കാലത്ത് സിദ്ധാർത്ഥൻ വളരെ കഠിനമായ വ്രതത്തിലായിരുന്നു. അദ്ദേഹം കാട്ടരുവിയിലെ വെള്ളം കുടിക്കുകയും കാട്ടുപഴങ്ങൾ മാത്രം ഭക്ഷിക്കുകയും ചെയ്തു. നിലത്ത് കിടന്നായിരുന്നു ഉറങ്ങിയിരുന്നത്. പലപ്പോഴും കരിങ്കല്ലിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. കുറച്ചു കാലം കൂടി ഈ വ്രതം തുടർന്നതോടെ അദ്ദേഹം കായ്കനികളൊക്കെ ഭക്ഷിക്കുന്നത് നിർത്തിയിട്ട് ഒരു പിടി ധാന്യം മാത്രം കഴിച്ചു തുടങ്ങി. പതുക്കെ പതുക്കെ അത് ഒരു ധാന്യത്തിലേക്ക് ഒതുങ്ങി. ഒരേ ഒരു മണിധാന്യവും കുറച്ച് വെള്ളവും മാത്രം കുടിച്ച് അദ്ദേഹം ധ്യാനിച്ചു തുടങ്ങി. അതോടെ അദ്ദേഹത്തിൻ്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു. പലപ്പോഴും അദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റാതായി. ഒരിക്കൽ അദ്ദേഹം രാവിലെ നദിയിൽ കുളിക്കാൻ പോകുന്ന വഴിക്ക് വല്ലാതെ വേയിച്ചു പോയി. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം തൻ്റെ സ്നാനം പൂർത്തിയാക്കിയത്. പലപ്പോഴും വെള്ളത്തിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നദിയിൽ കുളിക്കുമ്പോൾ അദ്ദേഹത്തിന് താൻ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുമോ എന്ന് പേടി തോന്നിയിട്ട് നദിയിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന ഒരു മരക്കൊമ്പിൽ പിടിക്കുകയും ആ മരക്കൊമ്പിൽ പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം കരയിൽ കയറുകയും ചെയ്തു. അങ്ങനെ കരയിൽ കയറിയ അദ്ദേഹം താൻ സാധാരണ ധ്യാനിച്ചിരിക്കാറുള്ള സ്ഥലത്തേക്ക് നടന്നു പോകാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് അങ്ങോട്ട് നടക്കാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണുപോയി. അപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലെ ഗ്രാമമുഖ്യൻ്റെ മകളായ സുജാത എന്ന ഒരു സ്ത്രീ അതുവഴി വന്നു. വളരെ ക്ഷീണിതനായി തളർന്നു കിടക്കുന്ന ഈ സന്യാസിയെ കണ്ടിട്ട് ഈ സ്ത്രീക്ക് വളരെയധികം ദുഃഖം തോന്നുകയും അവർ തൻ്റെ വീട്ടിൽ പോയി പാലും പഴവും അടങ്ങുന്ന കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ കഴിപ്പിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച് ക്ഷീണം അകറ്റിയ ഈ താപസൻ ഈ സ്ത്രീയോട് നന്ദി പറഞ്ഞു. അപ്പോൾ താപസൻ തൻ്റെ വ്രതമൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഇദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഈ 5 സന്യാസിമാർക്കും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ കഠിന വ്രതം കണ്ട് അവരെ വളരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നവർ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ വ്രതമൊക്കെ മുറിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടത്. അതോടെ ഇവരാകെ സംശയാലുക്കളായി. ഈ യുവാവായ താപസൻ തങ്ങളുടെ ആദരവർഹിക്കുന്നില്ല എന്ന് അവരനുമാനിച്ചു. അദ്ദേഹം ഭൗതിക സുഖങ്ങളിൽ അഭിരമിക്കുകയാണെന്നും ഇനി മുതൽ അദ്ദേഹത്തെ സേവിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്നും അവർ ചിന്തിച്ചു. അങ്ങനെ അവർ സിദ്ധാർത്ഥനെ വിട്ട് പോയിക്കളഞ്ഞു.
അങ്ങനെ അവർ പോയതോടെ സിദ്ധാർത്ഥൻ വീണ്ടും ഒറ്റയ്ക്കായി. അദ്ദേഹം തൻ്റെ കഠിന പ്രയത്നം തുടർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ ലക്ഷ്യത്തിലെത്താനുള്ള, തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള കഠിന പ്രയത്നം. അദ്ദേഹം ഒരു ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നു അക്കാലത്ത് തപസ്സിരുന്നിരുന്നത്. അവിടെ ഇരുന്നായിരുന്നു അദ്ദേഹം തൻ്റെ ധ്യാനം തുടർന്നിരുന്നത്. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഇദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത വർദ്ധിച്ചു വന്നു. ഇങ്ങനെ ഏകാഗ്രമായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകാഗ്രതയെ തടസ്സപ്പെടുത്താൻ തക്കവണ്ണമുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരാറുണ്ടായിരുന്നു. തൻ്റെ കുടുംബത്തെപ്പറ്റി, തൻ്റെ മകനായ രാഹുലിനെ പറ്റി, തൻ്റെ ഭാര്യ യശോധരയെപ്പറ്റി, അവളുടെ സൗന്ദര്യത്തെപ്പറ്റി, കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെപ്പറ്റി, അമ്മയെപ്പറ്റി, അച്ഛനെപ്പറ്റി, രാജകൊട്ടാരത്തിലെ അടുക്കളയിൽ വേവുന്ന വിവിധ തരം രുചികരങ്ങളായ ഭക്ഷണങ്ങളെപ്പറ്റി, കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെപ്പറ്റി, പട്ടുമെത്തയെപ്പറ്റി ഒക്കെയുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ചിന്തകളെയൊന്നും തൻ്റെ ഏകാഗ്രതയെ ഭഞ്ജിക്കുവാൻ സിദ്ധാർത്ഥൻ അനുവദിച്ചില്ല. അദ്ദേഹം ഏകാഗ്രമായിട്ട് തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം തേടിക്കൊണ്ടേയിരുന്നു. അവസാനം ആ ഉത്തരം, ആ ജ്ഞാനം അദ്ദേഹത്തിനെ തേടിയെത്തി. അങ്ങനെ സിദ്ധാർത്ഥൻ ബുദ്ധനായി തീർന്നു. ബുദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രബുദ്ധനായവൻ, ഉണർന്നവൻ, ജ്ഞാനോദയം ലഭിച്ചവൻ എന്നൊക്കെയാണ്. അറിവ് ലഭിച്ചവൻ, അറിഞ്ഞവൻ എന്നൊക്കെ ഈ പദത്തിന് അർത്ഥമുണ്ട്. തനിക്ക് ബോധോദയം ലഭിച്ചതിന് ശേഷം അലൗകികമായ, അഭൗമമായ ആ ആഹ്ലാദത്തിൽ ലയിച്ച് അദ്ദേഹം 7 ആഴ്ചകൾ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ആ 7 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയും തനിക്ക് കിട്ടിയ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. തന്നെ വിട്ടുപോയ 5 സന്യാസിമാരെ തേടി കണ്ടുപിടിക്കാനായിരുന്നു അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. അദ്ദേഹം വാരണാസിയിലുള്ള സാരനാഥിലേക്ക് പോവുകയും അവിടെ ഇവർ 5 പേരെയും കണ്ടെത്തുകയും ചെയ്തു. സിദ്ധാർത്ഥൻ ദൂരെ നിന്ന് വരുന്നത് ഈ 5 പേര് നേരത്തെ കണ്ടു. അവർ പറഞ്ഞു, നമ്മൾ വിട്ടിട്ട് പോന്ന ആ സന്യാസിത നമ്മളെ തേടി വരുന്നു. അയാൾ എന്തെങ്കിലുമൊക്കെ നേടും എന്ന് കരുതിയാണ് നമ്മൾ ഇത്ര കാലം കാത്തിരുന്നത്. പക്ഷേ അയാളുടെ വ്രതമൊക്കെ ഉപേക്ഷിച്ച് ഒരു സ്ത്രീ കൊടുത്ത ഭക്ഷണം കഴിക്കുന്നത് കണ്ടതാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ ഇയാൾ ലക്ഷ്യത്തിലൊന്നും എത്താൻ പോകുന്നില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. അയാൾ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാനേ പോകണ്ട. അയാളെ അവഗണിക്കുകയാണ് ബുദ്ധി. പക്ഷേ ബുദ്ധൻ നടന്നടുത്ത് വരുംതോറും അവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് അറിയാതെ എഴുന്നേൽക്കുകയും അദ്ദേഹത്തെ താണു വണങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ തേജസ്സും കണ്ണിലെ പ്രകാശവും അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനത്തെപ്പറ്റി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശ്രീബുദ്ധൻ അവരുടെ അടുത്തെത്തുകയും അവരോട് തനിക്ക് ലഭിച്ച അറിവിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ലോകത്ത് വളരെയധികം ദുഃഖങ്ങളുണ്ട്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് ആഗ്രഹമാണ്. കാണുന്ന കാര്യങ്ങളോടും കേൾക്കുന്ന കാര്യങ്ങളോടുമുള്ള ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. ആഗ്രഹം ഉപേക്ഷിച്ചാൽ മനുഷ്യന് ദുഃഖമുണ്ടാകില്ല. എങ്ങനെയാണ് മനസ്സിൽ നിന്ന് ദുഃഖത്തിനെ മാറ്റാൻ പറ്റുന്നത് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അങ്ങനെ തൻ്റെ ആദ്യത്തെ 5 ശിഷ്യന്മാർക്ക് ബുദ്ധൻ തനിക്ക് ലഭിച്ച അറിവുകൾ പകർന്നു കൊടുക്കുകയും അങ്ങനെ ഒരു സംഘം രൂപീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഉറുബില്ലയിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ കശ്യപൻ എന്നു പേരായ വളരെ ഭക്തനായ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അഗ്നിയെ പൂജിക്കുന്ന ആളായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയെ പൂജിക്കുന്ന ആളായിരുന്നു ഈ കശ്യപൻ. മാത്രമല്ല ഈ അഗ്നിക്ക് കാവലായിട്ട് ഒരു സർപ്പവും ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ ഈ അഗ്നിക്ക് കാവലായിട്ട് ഈ സർപ്പം വന്ന് ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധൻ ചെന്നിട്ട് ഈ കശ്യപനോട് തനിക്കൊരു രാത്രി ഈ ക്ഷേത്രത്തിനുള്ളിൽ കഴിയാൻ അനുവാദം തരണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ കശ്യപൻ പറഞ്ഞു, എനിക്ക് അതിന് വിരോധമൊന്നുമില്ല, പക്ഷേ രാത്രിയിൽ ഇതിനുള്ളിൽ ആരും കടക്കാറില്ല, ഇതിനുള്ളിൽ സർപ്പം വരും, അതിനുള്ളിൽ കടക്കുന്ന ആൾക്കാരെ കൊന്നുകളയും. പക്ഷേ ബുദ്ധൻ പറഞ്ഞു, എനിക്ക് ഒരു രാത്രി ഈ പവിത്രമായ അഗ്നിയുടെ അടുത്തിരുന്ന് ധ്യാനിക്കണം എന്നുണ്ട്, എന്നെ അതിന് അനുവദിക്കണം. തന്നോട് ഇങ്ങനെ ഒരു കാര്യം വളരെ താഴ്മയോടെ ആവശ്യപ്പെടുന്ന ഈ യുവ സന്യാസിയുടെ മുഖത്ത് നോക്കി വയ്യ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് കശ്യപൻ അദ്ദേഹത്തിന് ഈ കാര്യത്തിന് അനുവാദം കൊടുക്കുകയും അങ്ങനെ ഒരു രാത്രി ബുദ്ധൻ ആ അഗ്നിക്കടുത്തിരുന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ കടക്കുകയും ചെയ്തു. കശ്യപൻ അദ്ദേഹത്തിനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോവുകയും പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. തന്നെ തലേന്ന് വല്ലാതെ ആകർഷിച്ച ഈ സന്യാസി ഈ ക്ഷേത്രത്തിനുള്ളിൽ മരിച്ചു കിടക്കുകയായിരിക്കുമെന്നാണ് കശ്യപൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം ചെന്നപ്പോൾ ശ്രീബുദ്ധൻ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ടായിരുന്നു. ഈ അഗ്നിയുടെ ജ്വാലയുടെ അത്രയും തേജസ് ഈ ശ്രീബുദ്ധൻ്റെ മുഖത്തും ഈ കശ്യപൻ ദർശിച്ചു. ഈ അഭൗമമായ കാഴ്ച കണ്ട അദ്ദേഹം ഉടനടി ബുദ്ധൻ്റെ കാൽക്കൽ വീഴുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീരുകയും ചെയ്തു. അങ്ങനെ കശ്യപനെയും
ഉറുബിലയിലെ മറ്റ് ജനങ്ങളെയും ബുദ്ധൻ തൻ്റെ തത്വങ്ങൾ പഠിപ്പിച്ചു. അപ്പോഴാണ് ബിംബിസാര രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു വലിയ യജ്ഞം നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ രാജഗൃഹത്തിലേക്ക് പോകാം എന്ന് ബുദ്ധൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന്, അക്കൂട്ടത്തിൽ ഈ കശ്യപനും കൂടെ ഉണ്ട്, ഇവരെല്ലാവരും കൂടി ചേർന്ന് രാജഗൃഹത്തിലേക്ക് ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുറേ ആട്ടിൻ പറ്റങ്ങളെ തെളിച്ചുകൊണ്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു മുറിവേറ്റ ചെറിയ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. ബുദ്ധൻ വളരെ കരുണയോടെ ഈ ആട്ടിൻകുട്ടിയെ തൻ്റെ കയ്യിലെടുത്തു. അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ഈ ആട്ടിടയന്മാർ പറഞ്ഞു, ഇത് ബിംബിസാരൻ്റെ യജ്ഞത്തിന് ബലി കൊടുക്കാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടികളാണ്. തൻ്റെ കയ്യിൽ ഈ ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ടാണ് പിന്നീടുള്ള യാത്ര ബുദ്ധൻ നടത്തിയത്. മുറിവേറ്റതിനെ താഴെ അദ്ദേഹം വെച്ചില്ല. അങ്ങനെ ഇവർ ഈ ആട്ടിൻപറ്റത്തോടൊപ്പം തന്നെയാണ് ഈ ബുദ്ധനും ശിഷ്യന്മാരും ഈ രാജഗൃഹത്തിലെത്തിയത്. കുറേ സന്യാസിമാർ വരുന്നുണ്ട് എന്നറിഞ്ഞ ബിംബിസാര രാജാവ് തൻ്റെ മന്ത്രിമാരോടൊപ്പം ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉറുബില്ലയിലെ കശ്യപനെ നേരത്തെ അറിയാം. ബുദ്ധൻ എന്നു പേരായ ഒരു സന്യാസി പുതുതായിട്ട് അവതരിച്ചിട്ടുണ്ട് എന്നും ബിംബിസാരനറിയാം. അപ്പോൾ ഈ കശ്യപനും ബുദ്ധനും ഒരുമിച്ചാണ് വരുന്നത് എന്ന് കേട്ട ബിംബിസാരൻ വിചാരിച്ചത് ബുദ്ധൻ കശ്യപൻ്റെ ശിഷ്യനാണ് എന്നാണ്. എന്നാൽ ഇവരടുത്ത് വന്ന് സംസാരിച്ചപ്പോഴാണ് കശ്യപനാണ് ബുദ്ധൻ്റെ ശിഷ്യൻ എന്ന് ബിംബിസാരന് മനസ്സിലാകുന്നത്. മാത്രമല്ല, ബിംബിസാരൻ ബുദ്ധനെ കണ്ടപ്പോൾ കുറേ കാലം മുമ്പ് തൻ്റെ രാജ്യത്ത് വന്ന തേജസ്വിയായ ഭിക്ഷാടകനാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞു. അന്ന് തനിക്ക് ജ്ഞാനോദയം ഉണ്ടാകുകയാണെങ്കിൽ, തനിക്ക് തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് തനിക്കുള്ള സംശയങ്ങൾ തീർത്തു തരാമെന്ന് അന്ന് ബുദ്ധൻ പറഞ്ഞിട്ടാണല്ലോ പോയത്. ബുദ്ധൻ ബിംബിസാരനെ കണ്ടപ്പോൾ താൻ തൻ്റെ വാക്ക് പാലിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ബിംബിസാരൻ ബുദ്ധനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും അവിടെ എത്തിയ ബുദ്ധൻ ബിംബിസാരന് ജ്ഞാനോപദേശം നൽകുകയും ചെയ്തു. മാത്രമല്ല, മിണ്ടാപ്രാണികളെ ബലി കൊടുത്തുകൊണ്ട് ഒരു യാഗം നടത്തിയിട്ട് ഒരു പുണ്യവും നേടാനില്ല എന്ന് അദ്ദേഹം രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കി. അഹിംസയുടെ ശക്തി, കരുണയുടെ ശക്തി അദ്ദേഹം ബിംബിസാരന് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഒരു യജ്ഞം നടത്താനുള്ള തൻ്റെ തീരുമാനം ബിംബിസാരൻ ഉപേക്ഷിക്കുകയും അദ്ദേഹം ശ്രീബുദ്ധൻ്റെ ശിഷ്യനായി തീരുകയും ചെയ്തു. തൻ്റെ കൊട്ടാരത്തിലെത്തിയിരിക്കുന്ന ശ്രീബുദ്ധനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും ബിംബിസാരൻ ഒരു നല്ല വിരുന്നൊരുക്കുകയും ആ വിരുന്നിൻ്റെ അവസാനം തൻ്റെ രാജ്യത്തെ വേണുവനം എന്ന പേരായ ഒരു വലിയ തോട്ടം ബുദ്ധൻ്റെ ശിഷ്യർക്കും അദ്ദേഹത്തിനുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധ സംഘത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ ബുദ്ധൻ അവിടെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരു ദിവസം കൃഷ ഗോതമ്പി എന്ന് പറയുന്ന ഒരു സ്ത്രീ ബുദ്ധനെ കാണാനെത്തി. അവരുടെ കയ്യിൽ മരിച്ച അവരുടെ കുഞ്ഞുണ്ടായിരുന്നു. അതിനെ കൊണ്ടാണ് ഈ സ്ത്രീ ബുദ്ധനെ കാണാൻ വന്നത്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വലിയ മഹാനാണെന്ന് കേൾക്കുന്നു, അങ്ങ് എല്ലാവർക്കും ജ്ഞാനം ഉപദേശിക്കുന്നു എന്ന് കേൾക്കുന്നു, അങ്ങ് എൻ്റെ കുഞ്ഞിന് ജീവൻ തരണം. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കുഞ്ഞിന് ജീവൻ തരാം, പക്ഷേ അതിന് മുമ്പായിട്ട് നീ കുറച്ച് കടുക് വാങ്ങി വരണം. ഒരു മരണവും നടക്കാത്ത ഒരു വീട്ടിൽ നിന്ന് വേണം ഈ കടുക് വാങ്ങി വരാൻ. വൈകുന്നേരത്തിനകം നീ കടുകുമായിട്ട് വരികയാണെങ്കിൽ ഞാൻ നിൻ്റെ കുഞ്ഞിന് ജീവൻ നൽകാം. അങ്ങനെ ഈ സ്ത്രീ ഒരു പാത്രവുമായിട്ട് കടുകിന് വേണ്ടി ഓടി. ഒരുപാട് വീടുകളിൽ ചെന്നു. പക്ഷേ എല്ലായിടത്തും ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ട്. ചിലരുടെ ഭർത്താവാകാം, ചിലരുടെ ഭാര്യയാവാം, ചിലരുടെ അമ്മയാകാം, ചിലരുടെ അച്ഛനാകാം, ചിലരുടെ മക്കളാകാം. മരണം നടന്നിട്ടില്ലാത്ത വീടുകളില്ല. അവസാനം ദുഃഖത്തോടെ നിരാശയോടെ കൃഷഗോതമ്പി ബുദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മരണം നടന്നിട്ടില്ലാത്ത ഒരു വീട് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, കുഞ്ഞേ, ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഭൂമിയിൽ ജനിച്ചാൽ മരിക്കേണ്ടി വരും. ആഗ്രഹങ്ങളെ ഒഴിവാക്കി ആശാപാശത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിട്ടൊഴിച്ച് ജീവിക്കുക മാത്രമാണ് സന്തോഷത്തിലേക്കുള്ള വഴി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ജ്ഞാനമറിഞ്ഞ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദുഃഖമടക്കിയ ഗൗതമി തിരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ശുദ്ധോധന മഹാരാജാവിൻ്റെ അടുത്ത് കുറേ ദൂതന്മാരെത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങറിഞ്ഞോ, നമ്മളുടെ രാജകുമാരൻ വളരെ വലിയ സന്യാസിയാണിപ്പോൾ. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവുകൾ ലോകം മൊത്തം പരക്കുകയാണ്. രാജാവ് ഈ ദൂതന്മാരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഉടൻ തന്നെ സിദ്ധാർത്ഥനെ പോയി കാണണം. എന്നിട്ട് പറയണം, ഞാൻ പ്രായമായി വരികയാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട്. അങ്ങനെ ബുദ്ധൻ കപിലവസ്തുവിലേക്ക് തിരിച്ചു വന്നു. അവനെ കണ്ട രാജാവ് ഓടി അടുത്തിട്ട് പറഞ്ഞു, മകനെ, നീ സന്യാസിയായി കഴിഞ്ഞു, നീ ഇനി ഈ രാജ്യം ഏറ്റെടുത്ത് ഭരിക്കണം, നീ ഇനി രാജാവാകണം. അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു, ഇല്ല, എനിക്ക് രാജാവാകാൻ യാതൊരു താല്പര്യവുമില്ല, ഞാൻ എൻ്റെ പാത തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. മാത്രമല്ല, രാജാവ് കൊട്ടാരത്തിൽ താമസിക്കാൻ നിർബന്ധിച്ചെങ്കിലും ശ്രീബുദ്ധൻ കൊട്ടാരത്തിനകത്തേക്ക് കയറാതെ തോട്ടത്തിലാണ് ജീവിച്ചത്.
പിറ്റേന്ന് രാവിലെ രാജാവിനെ ഉണർത്തിയത് മറ്റൊരു വാർത്തയാണ്. രാജകുമാരനായ സിദ്ധാർത്ഥൻ തൻ്റെ നാട്ടിലെ തെരുവുകളിൽ ഭിക്ഷ യാചിക്കുന്നു. രാജാവ് ഓടിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, മകനെ, സ്വന്തം രാജ്യത്തും നീ ഇങ്ങനെ ഭിക്ഷയെടുത്ത് ജീവിക്കണമോ? ബുദ്ധൻ പറഞ്ഞു, ഇതാണ് എൻ്റെ രീതി. അപ്പോൾ ശുദ്ധോധനൻ ചോദിച്ചു, അതെന്ത് രീതിയാണ്? നീ ഇവിടുത്തെ രാജകുമാരനാണ്, രാജാവായ എൻ്റെ മകനാണ്. അപ്പോൾ സിദ്ധാർത്ഥൻ പറഞ്ഞു, രാജാവേ, അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന പാരമ്പര്യം രാജാക്കന്മാരുടെ പാരമ്പര്യമാണ്. പക്ഷെ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന പാരമ്പര്യം രാജാക്കന്മാരുടെ പാരമ്പര്യമല്ല, ബുദ്ധന്മാരുടെ പാരമ്പര്യമാണ്. കാലാകാലങ്ങളായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ബോധോദയം ലഭിച്ച എല്ലാവരും ഭിക്ഷാടനം നടത്തിയാണ് ജീവിച്ചത്. അവരവരുടേതായിട്ട് ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റേതായിട്ട് ഒന്ന് സമ്പാദിച്ച് വെച്ച് അതിൽ നിന്ന് ജീവിക്കേണ്ട. അന്നന്ന് കിട്ടുന്ന എന്തോ അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ബുദ്ധനാണ് ഞാൻ. ഈ സംഭാഷണത്തിന് ശേഷം രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്ന ബുദ്ധൻ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരോടും സംസാരിക്കുകയും അവർക്ക് തൻ്റെ ജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ വന്ന കൂട്ടത്തിലെങ്ങും യശോധര ഉണ്ടായിരുന്നില്ല. യശോധര എവിടെ എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ യശോധര അങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ല എന്ന് മറ്റുള്ള സ്ത്രീകൾ പറഞ്ഞു. സിദ്ധാർത്ഥൻ പോയതിന് ശേഷം യശോധര ആരോട് സംസാരിക്കാറില്ല എന്നും അവൾ തൻ്റെ നീണ്ട മുടിയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് പട്ടുവസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് വളരെ ആർഭാടരഹിതമായ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ചാണ് കൊട്ടാരത്തിൽ ജീവിക്കുന്നതെന്നും മറ്റുള്ളവർ സിദ്ധാർത്ഥനോട് പറഞ്ഞു. തൻ്റെ 2 ശിഷ്യന്മാരോടൊപ്പം ശ്രീബുദ്ധൻ യശോധരയുടെ മുറിയിലേക്ക് ചെന്നു. സിദ്ധാർത്ഥനെ കണ്ട യശോധര ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു. കുറേ നേരം കരഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ തൻ്റെ ഭർത്താവല്ല, ബോധോദയം ലഭിച്ച ബുദ്ധനാണ് എന്ന് സ്വയം മനസ്സിലാക്കിയ യശോധര അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നിന്ന് എഴുന്നേൽക്കുകയും കുറച്ച് പിന്നോട്ട് മാറി നിൽക്കുകയും ചെയ്തു. യശോധരയോട് സമാധാന വാക്കുകളൊക്കെ പറഞ്ഞ് അവൾക്കും കൂടി തൻ്റെ ജ്ഞാനോപദേശം കൊടുത്തതിന് ശേഷം ബുദ്ധൻ തിരിച്ചുപോയി. പിന്നീട് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ബുദ്ധൻ വീണ്ടും കപിലവസ്തുവിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം തോട്ടത്തിലിരുന്ന് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് കൊട്ടാരത്തിലെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് യശോധര തൻ്റെ മകനായ രാഹുലിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ നടുക്കിരുന്ന് സംസാരിക്കുന്നത് നിൻ്റെ പിതാവാണ്, നീ പോയി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കണം. ഇതുകൂടാതെ യശോധര മകനെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് പിതാവിൻ്റെ അടുത്തേക്ക് വിട്ടത്. അങ്ങനെ രാഹുലൻ ശിഷ്യന്മാരുടെ മധ്യത്തിലിരുന്ന് സംസാരിക്കുന്ന ബുദ്ധൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട്, പിതാവേ, ഞാൻ അങ്ങയുടെ മകനായ രാഹുലിനാണ്. എന്നെ അമ്മ അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. അമ്മ എന്നോട് പറഞ്ഞു അങ്ങയോട് ചോദിക്കണം അങ്ങയുടെ സ്വത്തിൽ എനിക്കുള്ള വിഹിതം എത്രയാണെന്ന്. അത് വാങ്ങിക്കൊണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ തൻ്റെ ശിഷ്യനായ ശ്രീപുത്രനെ അടുത്ത് വിളിച്ചിട്ട്, എൻ്റെ മകൻ എന്നോട് അവൻ്റെ അവകാശം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവനെ സംഘത്തിലേക്ക് എടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാഹുലനും ഈ ബുദ്ധൻ്റെ സംഘത്തിൽ ചേർന്നു. അതുമാത്രമല്ല, രാജകൊട്ടാരത്തിലെ ഒരുപാട് യുവാക്കന്മാർ ബുദ്ധസംഘത്തിൽ ചേർന്നു. ഇക്കൂട്ടത്തിൽ ദേവദത്തനും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധനോട് അമ്പ ചെയ്ത് വീഴ്ത്തിയ പക്ഷിക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയ ദേവദത്തൻ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ദേവദത്തൻ ബുദ്ധനോട് പറഞ്ഞു, ബുദ്ധ, കുറേ കാലമായിട്ട് അങ്ങ് സംഘത്തിനെ നയിക്കുന്നു, ഇനി അങ്ങ് കുറച്ച് വിശ്രമിക്കൂ, ഞാൻ സംഘത്തിനെ നയിക്കാം. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, വേണ്ട ദേവദത്ത, അതിനുള്ള സമയമായിട്ടില്ല, കുറച്ച് കാലം കൂടി സംഘത്തിന് എൻ്റെ നേതൃത്വത്തിന് ആവശ്യമുണ്ട്. ഇതിൽ ദേവദത്തിന് അസൂയ തോന്നി. അദ്ദേഹം രാജഗൃഹത്തിലേക്ക് പോവുകയും അവിടുത്തെ രാജാവായ ബിംബിസാരൻ്റെ മകനായ അജാതശത്രുവിനെ കാണുകയും ചെയ്തു. എന്നിട്ട് അജാതശത്രുവിനോട് തൻ്റെ പിതാവായ ബിംബിസാരനെ ജയിലിലാക്കിയിട്ട് അവിടുത്തെ രാജാവാകാൻ ആവശ്യപ്പെട്ടു. തൻ്റെ പിതാവിൻ്റെ സ്ഥാനം കൈയടക്കി രാജാവാകാൻ വേണ്ടി കാത്തിരുന്ന അജാതശത്രു ഇത് കേട്ട് ബിംബിസാരനെ പിടിച്ച് ജയിലിലിടുകയും അങ്ങനെ രാജാവായി തീരുകയും ചെയ്തു. രാജഗൃഹത്തിലെ പുതിയ രാജാവായിട്ട് അജാതശത്രു സ്വയം അവരോധിച്ചു. രാജാവായതോടെ രാജകീയ സുഖങ്ങളിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. ഇതിനു മുമ്പ് അത്രയധികം ശക്തി, അത്രയധികം സ്വാധീനം, അത്രയധികം പദവി ഒന്നും അജാതശത്രു അനുഭവിച്ചിരുന്നില്ല. അതോടെ അദ്ദേഹം തനിക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു തന്ന ദേവദത്തന് നന്ദി പറയുകയും അതിന് പകരമായിട്ട് എന്ത് വേണം എന്ന് ചോദിക്കുകയും ചെയ്തു. ദേവദത്തൻ ഇതിന് പകരമായിട്ട് ആവശ്യപ്പെട്ടത് തനിക്ക് ബുദ്ധനെ കൊല്ലാനുള്ള സഹായമാണ്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ബുദ്ധനെ ഇല്ലാതാക്കണമായിരുന്നു. അങ്ങനെ ദേവദത്തനും അജാതശത്രുവും ചേർന്നിട്ട് ബുദ്ധനെ കൊല്ലാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെ ദേവദത്തനും അജാതശത്രുവും കൂടി ചേർന്നിട്ട് കുറേ ആൾക്കാരെ ബുദ്ധനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിട്ടു. ബുദ്ധൻ തപസ്സിരിക്കുന്ന മലയുടെ മുകളിൽ നിന്ന് ഇവർ വലിയ കല്ലുകൾ ഉരുട്ടി ബുദ്ധനെ നേരെ വിട്ടു. എന്നാൽ ഈ കല്ലുകളൊന്നും ബുദ്ധനെ സ്പർശിച്ചതേയില്ല. അവ രണ്ടായിട്ട് പിളർന്ന് ബുദ്ധൻ്റെ ഇരുവശത്തുമായിട്ട് വീണു. ഇത് കണ്ടുകൊണ്ട് ഈ കല്ലുരുട്ടി വിടാൻ വന്ന ആൾക്കാർ മലമുകളിൽ നിൽപ്പുണ്ടായിരുന്നു.
അത്ഭുത പരതന്ത്രരായി പോയ അവർ ബുദ്ധൻ്റെ ശിഷ്യന്മാരായിട്ട് മാറി. ഇതോടെ അജാതശത്രുവിനും ദേവദത്തനും ബുദ്ധനോടുള്ള വിരോധം വർദ്ധിച്ചു. അങ്ങനെ അവർ ഒരു ആനയുണ്ടായിരുന്നു. ആനയുടെ പേര് നളഗിരി എന്നായിരുന്നു. ഈ ആനയ്ക്ക് മദ്യം കുടിപ്പിച്ച് അതിനെ ബുദ്ധൻ്റെ നേരെ ഓടിച്ചു വിട്ടു. ആൾക്കാരൊക്കെ പേടിച്ച് തിക്കും പക്കും ഓടാൻ തുടങ്ങി. പക്ഷേ ബുദ്ധൻ ഓടിയില്ല. ബുദ്ധന് നേരെ ഓടി വന്ന ആന അദ്ദേഹത്തിൻ്റെ മുൻപിൽ കുമ്പിട്ട് നമസ്കരിച്ചു. ബുദ്ധൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തുകയും അതോടെ ആന ശാന്തനായി തീരുകയും ചെയ്തു. ഇത് കണ്ടുനിന്ന കൂടുതൽ ആൾക്കാർ ബുദ്ധൻ്റെ ശിഷ്യന്മാരായി തീർന്നു. ഈ അജാതശത്രുവിന് സ്ഥിരമായിട്ട് അസുഖം വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈദ്യൻ്റെ പേര് ജീവകൻ എന്നായിരുന്നു. അപ്പോൾ ജീവകനോട് അജാതശത്രു ചോദിച്ചു, ജീവക, എന്തുകൊണ്ടാണ് എനിക്കെപ്പോഴും ഇങ്ങനെ രോഗം വരുന്നത്? അപ്പോൾ വൈദ്യൻ പറഞ്ഞു, മഹാരാജാവേ, ഇതിൽ കൂടുതൽ മരുന്നൊന്നും എനിക്ക് അങ്ങേക്ക് തരാനില്ല. ഈ രാജ്യത്ത് കിട്ടാവുന്ന മരുന്നുകളൊക്കെ ഞാൻ അങ്ങിൽ പരീക്ഷിച്ചു കഴിഞ്ഞു, പക്ഷേ രോഗം മാറുന്നില്ല. അങ്ങ് ബുദ്ധനെ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യമൊന്നും അജാതശത്രു ഇതിന് സമ്മതിച്ചില്ലെങ്കിലും അവസാനം ഒന്ന് കണ്ടു കളയാം എന്ന് കരുതി. അക്കാലത്ത് ബുദ്ധൻ അമരവനം എന്ന സ്ഥലത്ത്, വൈശാലിയിലെ അമരവനം എന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വനം അമ്രപാലി എന്ന നർത്തകി ശ്രീബുദ്ധന് ദാനമായിട്ട് നൽകിയതായിരുന്നു. അങ്ങനെ അജാതശത്രു അവിടെ ഈ അമരവനത്തിൽ ചെന്നു. അജാതശത്രു അമരവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര നിശബ്ദതയായിരുന്നു. അദ്ദേഹം വിചാരിച്ചു ബുദ്ധൻ അവിടെ ഇല്ല എന്ന്. തൻ്റെ തേരാളിയോട് അദ്ദേഹം ചോദിച്ചു, ബുദ്ധൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ വന്നതാണ്, പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഈ തേരാളി പറഞ്ഞു, അല്ല അങ്ങുന്നേ, ബുദ്ധൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനോടൊപ്പം 12,000 ശിഷ്യന്മാരുമുണ്ട്. അവരെല്ലാവരും ധ്യാനത്തിലാണ്. അതുകൊണ്ടാണ് ശബ്ദമൊന്നും കേൾക്കാത്തത്. പക്ഷേ ഇത് അജാതശത്രുവിന് വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇത്ര പേര് ശബ്ദമുണ്ടാക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം കാണും. ഇവരെല്ലാവരും കൂടി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ തേരാളി അജാതശത്രുവിനെ വിളിച്ചുകൊണ്ടുപോയി ഇവർ ധ്യാനത്തിലിരിക്കുന്ന കാഴ്ച കാണിച്ചു കൊടുത്തു. ഇവരെല്ലാവരും ബുദ്ധന് ചുറ്റുമായി വട്ടത്തിൽ ഒന്നും മിണ്ടാതെ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുകയായിരുന്നു. വളരെ താഴ്ന്ന സ്വരത്തിൽ ബുദ്ധൻ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളെപ്പറ്റി, ലോകത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും, എല്ലാ വേദനകളും, എല്ലാ വെറുപ്പും എല്ലാം ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നതാണെന്നും എപ്പോഴാണോ മനുഷ്യൻ ആഗ്രഹത്തിൽ നിന്ന് മുക്തനാകുന്നത് അപ്പോൾ അവൻ്റെ ദുഃഖങ്ങൾ ഇല്ലാതായിത്തീരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ വാക്കുകൾ കേട്ട അജാതശത്രുവിന് വല്ലാത്ത സന്തോഷം തോന്നി. എത്ര സമാധാനപരമായിട്ടാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അങ്ങനെ അജാതശത്രു ബുദ്ധൻ്റെ ശിഷ്യനായി തീർന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ദേവദത്തനും മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടു. ബുദ്ധനെ കൊല്ലാനും ബുദ്ധനെതിരെ പ്രവർത്തിക്കാനും ഇത്ര കാലം നടന്നിട്ടും അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടായില്ല. അവസാനം വല്ലാതെ ക്ഷീണിതനും ദുഃഖിതനുമായ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് തങ്ങൾക്ക് ബുദ്ധൻ്റെ അടുത്തേക്ക് പോകാം, അവിടെ പോയി അഭയം പ്രാപിക്കാം എന്ന് അഭിപ്രായപ്പെട്ട് യാത്ര തിരിച്ചെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ യാത്ര മുഴുമിക്കാൻ പറ്റിയില്ല. ബുദ്ധൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം വഴിയിൽ വീണ് മരിച്ചുപോയി. എന്തായാലും ബുദ്ധൻ പിന്നീട് വളരെ കാലം ജീവിച്ചിരിക്കുകയും തൻ്റെ മഹത്തായ ജീവിത ദർശനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുകയും ചെയ്തു. കോടിക്കണക്കിന് ആൾക്കാരുടെ ദുഃഖങ്ങൾ മാറ്റാൻ ബുദ്ധൻ്റെ ദർശനങ്ങൾക്കായി. ഇതാണ് ശ്രീ ബുദ്ധൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.